ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 3, 12 തിരുവചനം. വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ യേശുവിന് വഴികാട്ടിക്കൊണ്ടുവന്ന സ്നാപക യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമായ തിരുവചനമാണ് നാം കേട്ടത്. ഈ വചനം ഒരുപക്ഷെ നാം കേൾക്കുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കണമെന്നില്ല. ഒരു വീശുമുറമാണ് ഈ വചനത്തിൽ ആദ്യമായി എഴുതിയിരിക്കുന്നത്. ഈ വീശുമുറം ന്യായവിധിയെ കുറിക്കുന്നതാണ്. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന് ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. മാനസാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് സ്നാപക യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. ഒരു ന്യായവിധി നിങ്ങൾക്ക് മുമ്പിലുണ്ട് എന്ന് ഉദാഹരണ സഹിതം ദൃഷ്ടാന്തത്തിലൂടെ അഥവാ സാദൃശ്യത്തിലൂടെ വിളിച്ചറിയിക്കുകയാണ്. വീശുമുറം എന്ന ന്യായവിധിയിൽ ഇതാ കോതമ്പും പതിരും വേർപെടുത്തുകയാണ്. ഇത് രണ്ടും നന്മയും തിന്മയുമാണ്, നീതിമാനും ദുഷ്ടനുമാണ്. അതുപോലെ ഈ കതിരും പതിരും തെളിയുന്ന ദിവസത്തെക്കുറിച്ചാണ്, അഥവാ ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ചാണ് സ്നാപക യോഹന്നാൻ വിളിച്ചറിയിക്കുന്നത്. ന്യായവിധിയുടെ നാളിൽ എന്താണ് സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. ദൈവം ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കിയെന്നാണ്. ഈ മുഴുപ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പാപത്താൽ മലിനമായിരിക്കുകയാണ്. ഒരു വെടിപ്പാക്കൽ, ഒരു ശുദ്ധീകരണം, ഒരു വിശുദ്ധീകരണം ഈ മുഴുപ്രപഞ്ചത്തിന്, പ്രത്യേകിച്ച് സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിയെ വാഴുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യ ജീവിതങ്ങൾക്ക്, മനുഷ്യ ഹൃദയങ്ങൾക്ക്, മനുഷ്യ മനസ്സുകൾക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വെടിപ്പാക്കൽ അഥവാ ഒരു ശുദ്ധീകരണം. അതിനുശേഷം സംഭവിക്കുന്ന 2 കാര്യം പറഞ്ഞാണ് ഈ തിരുവചനം അവസാനിക്കുന്നത്. ഒന്ന്, കോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുന്നു. കോതമ്പ് സൂചിപ്പിക്കുന്നത് നീതിമാനെയാണ്. മാനസാന്തരപ്പെട്ട മനുഷ്യ ജീവിതങ്ങളാണ് കോതമ്പ്. നാം ദൈവസന്നിധിയിൽ കോതമ്പ് പോലെ ഫലകരമായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി രണ്ടാമതിവിടെ പറഞ്ഞിരിക്കുന്നത് പതിരാണ്. പതിർ പാപത്തെ അഥവാ ദുഷ്ടനെ സൂചിപ്പിക്കുകയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്.
അതുകൊണ്ട് തന്നെ ഈ പതിർ തീയിലിട്ട് ചുട്ടുകളകയത്രേ ചെയ്യുന്നത്. ദുഷ്ടന് വരുന്ന ന്യായവിധിയാണത്, അഥവാ ദുഷ്ടന്മാർക്ക് വരുന്ന ന്യായവിധിയാണത്. ഇവിടെ തീ എന്ന് പറഞ്ഞിരിക്കുന്നത് നരകമാണ്. വളരെ വ്യക്തമാണ്. ന്യായവിധിയുടെ നാളുകളിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിച്ച് നീതിമാനെ സ്വർഗത്തിലേക്കും ദുഷ്ടനെ തീ അഥവാ നരകത്തിലേക്കും അയക്കുന്ന അനുഭവം. ഇവിടെ അനുതാപം അത്യന്താപേക്ഷിതമാണ്. അതിനായി സ്നാപക യോഹന്നാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ.